കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നത് ചെറിയൊരു സംഭവമായിട്ട് കാണാൻ സാധിക്കില്ല. 45 വർഷമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 45 വർഷമായിട്ട്, അതായത് ഏകദേശം അരനൂറ്റാണ്ടോളമായിട്ട് ഇടതുപക്ഷം LDF ഭരിച്ചുകൊണ്ടിരുന്ന ഒരു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. VV രാജേഷ് പുതിയ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇതൊക്കെ നിങ്ങൾ വാർത്തയിൽ എന്തായാലും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മേയർ കസാരയിൽ ഇരുന്ന ഉടനെ VV രാജേഷ് ആദ്യം ഒപ്പിട്ട ഫയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വയോമിത്രം പദ്ധതിയുടെ ഫയലാണ്. 50 ലക്ഷം രൂപയാണ് ഇതിനായിട്ട് അദ്ദേഹം അനുവദിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഒരു രസമുള്ളത്. BJP ഭരിക്കുന്ന കോർപ്പറേഷൻ, BJP മേയർ, സ്വാഭാവികമായി എല്ലാവരും വിചാരിക്കുക അദ്ദേഹം ആദ്യം ഒപ്പിടുന്നത് മോദി സർക്കാരിൻ്റെ എന്തെങ്കിലും കേന്ദ്ര പദ്ധതിയിലായിരിക്കും എന്നായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുന്ന വല്ല പദ്ധതിയുമായിരിക്കും എന്നായിരിക്കും. എന്നാൽ സത്യം അതല്ല. വയോമിത്രം എന്ന് പറയുന്നത് ഒരു പക്ക കേരള സർക്കാർ പദ്ധതി തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലത്ത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ തുടങ്ങിയ പദ്ധതി ഒരു BJP മേയർ വന്നിട്ട് ആദ്യം തന്നെ ഒരു കേരള സർക്കാർ പദ്ധതിക്ക്, അതും മുൻ സർക്കാർ തുടങ്ങിയ പദ്ധതിക്ക് പണം അനുവദിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ രാഷ്ട്രീയവും ഭരണപരമായ സന്ദേശമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്താണ് വയോമിത്രം പദ്ധതി? കേന്ദ്ര പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും ഇതിനെക്കുറിച്ച് പല കമൻറ്റുകൾ ഇടുന്നത് കണ്ടു. നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം നമുക്ക് BJP വിജയിച്ച ആ ഒരു വലിയ നേട്ടത്തിലേക്ക് ഒന്ന് പോകാം. തിരുവനന്തപുരത്ത് ആകെ 100 വാർഡുകളാണ് ഉള്ളത്. ഭരിക്കാൻ വേണ്ടത് 51 സീറ്റാണ്. ഫലം വന്നപ്പോൾ BJPക്ക് 50 സീറ്റ്, കേവല ഭൂരിപക്ഷത്തിന് ഒരേ ഒരു സീറ്റിൻ്റെ കുറവ്. LDFന് 29, UDFന് 17. ആർക്കും ഭൂരിപക്ഷമില്ല. അവിടെയാണ് പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്രന്റെ വോട്ട് നിർണായകമാകുന്നത്. അദ്ദേഹം BJPക്ക് വോട്ട് ചെയ്തു. അങ്ങനെ 51 വോട്ട് നേടി NDA അധികാരത്തിലെത്തി. ദക്ഷിണേന്ത്യയിൽ തന്നെ BJPക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭരണ നേട്ടം തന്നെയാണിത്. അത് പറയാതിരിക്കാൻ സാധിക്കില്ല, അവരെ അഭിനന്ദിക്കാതിരിക്കാനും സാധിക്കില്ല. കാരണം കേരളത്തിൽ വലിയൊരു നേട്ടമാണ് നമ്മുടെ BJP നേടിയിട്ടുള്ളത്. അപ്പോഴും അവർക്ക് പ്രശ്നമായിട്ട് വന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഇലക്ഷനിലെ വോട്ട് ഷെയർ ഒക്കെ കുറഞ്ഞതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ പ്രശ്നം തന്നെ. എങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. വലിയ ചരിത്ര നേട്ടം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ടെസ്റ്റിലേക്ക് വരാം. മേയർ VV രാജേഷ് ചാർജ് എടുത്ത ശേഷം ആദ്യം ഒപ്പിട്ടത് വയോമിത്രം ഫയലാണ്. പലരും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രീ യോജന വല്ലതുമാണോ എന്നുള്ള രീതിയിൽ. എന്നാൽ ഇത് അല്ല എന്ന് പറയേണ്ടി വരും. ഇത് വേറെ ഒരു സംഭവമാണ്. വയോമിത്രം എന്നത് 2010 കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി തന്നെയാണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM ആണ് ഇത് നടത്തുന്നത്. ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും കൂടെ ചേർന്നാണ് വഹിക്കുന്നത്. കേന്ദ്രത്തിന് ഇതിന് നേരിട്ട് റോളില്ല എന്നതാണ് സത്യം. എന്നിട്ടും പുതിയ മേയർ എന്തുകൊണ്ടായിരിക്കും ഈ പദ്ധതി ആദ്യം ഒപ്പിട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വികസനത്തിന് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. എന്ത് സന്ദേശം തന്നെയായിരിക്കും അദ്ദേഹം നൽകിയിട്ടുണ്ടാവും. വികസനമാണ് ഏറ്റവും മുന്നിൽ വരേണ്ടത്. എന്തായാലും നല്ല കാര്യമാണ്. നല്ല കാര്യം ആര് തുടങ്ങിയാലും അത് മുന്നോട്ട് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ കൊണ്ടുപോകും എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുണ്ടാവുക. നമ്മുടെ വീടുകളിലെ പ്രായമായവർക്ക്, 65 വയസ്സ് കഴിഞ്ഞവർക്ക് മരുന്നും ചികിത്സയും നൽകുന്ന പദ്ധതിയാണിത്. അത് മുടങ്ങാൻ പാടില്ല എന്ന നിർബന്ധം പുതിയ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 50 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ അനുവദിച്ച് എന്നതിൻ്റെ അറിവ്. ഇത് രാഷ്ട്രീയം മാറ്റി നിർത്തി ആലോചിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇനി എന്താണ് ഈ പദ്ധതി കൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. 65 വയസ്സ് കഴിഞ്ഞ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന ആർക്കും ഇതിൻ്റെ ഗുണം കിട്ടും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് വരുമാന പരിധിയോ റേഷൻ കാർഡിൻ്റെ നിറമോ ഒന്നും ഓട്ടമില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ കോടീശ്വരനായാലും പാവപ്പെട്ടവനായാലും 65 വയസ്സ് കഴിഞ്ഞെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ നിങ്ങൾക്ക് സേവനം ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമായും മൊബൈൽ ക്ലിനിക്കുകളാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പ്രായമായവർക്ക് ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും അടങ്ങുന്ന ഒരു വാൻ നിങ്ങളുടെ വാർഡിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് എത്തും. അവിടെ വെച്ച് BP, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ നോക്കാം, ഡോക്ടറെ കാണാം. ഏറ്റവും വലിയ കാര്യം, ഇതിനുള്ള മരുന്ന് അവിടെ വെച്ച് തന്നെ സൗജന്യമായി കയ്യിൽ കിട്ടുമെന്നത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പ്രഷറിനും ഷുഗറിനും ഒക്കെ മരുന്ന് വാങ്ങാൻ തന്നെ മാസം നല്ലൊരു തുകയാകും. വയോമിത്രം വഴി അത് സൗജന്യമായി കിട്ടുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിന് അത് വലിയൊരു ലാഭം തന്നെയാണ്. ഇനി വാൻ വരുന്നിടത്തേക്ക് പോകാൻ പറ്റാത്ത കിടപ്പിലായ രോഗികൾ ഉണ്ടെങ്കിലോ അവർക്ക് വേണ്ടിയാണ് ഇതിലെ പാലിയേറ്റീവ് കെയർ. ഡോക്ടറും നഴ്സും വീടുകളിലേക്ക് വരും. ബെഡ് സോർ ഡ്രസ് ചെയ്യാനും ട്യൂബ് മാറ്റാനും ഒക്കെ നഴ്സുമാർ വീട്ടിലെത്തി സഹായിക്കും. ആശുപത്രിയിൽ കൊണ്ടുപോകാതെ തന്നെ വീട്ടിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ തികച്ചും സൗജന്യമാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇപ്പോൾ അനുവദിച്ച ഈ 50 ലക്ഷം രൂപ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പലപ്പോഴും ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് മരുന്ന് സ്റ്റോക്ക് തീർന്നു പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അത് ഒഴിവാക്കാനാണ് അധികാരമേറ്റ ഉടനെ തന്നെ പണം അനുവദിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് അടുത്ത കുറച്ച് നാളത്തേക്ക് തിരുവനന്തപുരത്ത് വയോമിത്രം മരുന്നുകൾക്ക് ക്ഷാമം ഉണ്ടാകില്ല. ഇതുകൂടാതെ നിലവിൽ എല്ലാ വാർഡുകളിലും ഇതിന്റെ സേവനം കൃത്യമായി എത്തുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ പുതിയ മേയർ പറഞ്ഞത് 101 വാർഡുകളിലും ഇത് പ്രഖ്യാപിക്കുമെന്നാണ്. അത് നടന്നു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാകും. ചികിത്സ മാത്രമല്ല, പ്രായമായവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ മാറ്റാൻ കൗൺസിലിംഗ്, ഹെൽപ്പ് ഡെസ്ക്, പിന്നെ സല്ലാപം, സ്നേഹയാത്ര എന്നൊക്കെ പറഞ്ഞ് വിനോദയാത്രകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. സർക്കാർ സേവനങ്ങളെ കുറിച്ച് അറിയാൻ വയോമിത്രം ഓഫീസുകളിൽ വിളിച്ചാൽ മാത്രം. ഇനി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ BJP ഭരണം പിടിച്ചപ്പോൾ എല്ലാവരും കരുതിയത് കേന്ദ്ര പദ്ധതികളുടെ ഒരു ഒഴുക്കായിരിക്കുമെന്നാണ്. തീർച്ചയായും സ്മാർട്ട് സിറ്റി പോലുള്ള കാര്യങ്ങൾ കേന്ദ്ര സഹായം ഇനിയും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ തുടങ്ങിയ പദ്ധതിയാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെങ്കിൽ അത് ഞങ്ങൾ നിർത്തലാക്കില്ല, കൂടുതൽ നന്നായി നടത്തുമെന്ന് BJP ഭരണസമിതി പറയാതെ പറയുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിരിക്കുന്നു. നല്ലത് ആര് ചെയ്താലും അത് നല്ലത് തന്നെയാണ്. അത് തിരുവനന്തപുരത്തെ ജനങ്ങളെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. ഭരണമാറ്റം വരുമ്പോൾ നല്ല പദ്ധതികൾ നിർത്തലാക്കുന്ന ഒരു രീതി ഉണ്ട്. അതിനൊരു മാറ്റം ഇത് വരുന്നത് സ്വാഗതാർഹം തന്നെയാണ്. ഇതിന്റെ പേരൊന്നും മാറാതിരുന്നാൽ മതി. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. വയോമിത്രം കേന്ദ്ര പദ്ധതിയല്ല, കേരള സർക്കാർ പദ്ധതിയാണ്. പക്ഷേ പുതിയ BJP മേയർ അതിനാണ് ആദ്യം പണം അനുവദിച്ചിട്ടുള്ളത്. അതൊരു നല്ല മാതൃകയാണ്. നിങ്ങളുടെ വീട്ടിൽ 65 വയസ്സ് കഴിഞ്ഞവർ ഉണ്ടെങ്കിൽ അത് അച്ഛനായാലും അമ്മയായാലും അയൽവക്കത്തെ ആരെങ്കിലും ആയാലും അവർക്ക് ഈ വിവരം എത്തിച്ചു കൊടുക്കുക. തിരുവനന്തപുരത്തുള്ള ആളുകളോടാണ്, ഈ വീഡിയോ കാണുന്ന തിരുവനന്തപുരത്തുള്ള ആളുകളോട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള നേട്ടങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാർത്തകൾക്കൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്